നവോത്ഥാന പ്രസ്ഥാന തലപ്പത്തിരുന്ന ശ്രീ വെള്ളാപ്പള്ളി നടേശൻ നിരന്തരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണം, ഈ പ്രചരണമാണ്. ഇതിനൊപ്പം തന്നെ എന്നാൽ ഇതിന് താളത്തിന് തുള്ളിക്കൊണ്ട് കേരളത്തിലെ മാർക്സ് നേതാക്കൾ ഒരു വശത്ത് ഞങ്ങൾ ആ ഭാഗത്ത് അംഗീകരിക്കില്ല, എന്നാൽ ഞങ്ങൾ ഇങ്ങനെ മഹാനാന്ന് പറയുന്ന വൈരുദ്ധ്യാത്മകതയെ വളരെ തെറ്റായിട്ട് ഇരട്ടത്താപ്പെന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു പറ്റം മാർക്സ് നേതാക്കളും ആ മാർക്സുകളുടെ ഭാഗമായിട്ട് KT പറഞ്ഞത് ഞാൻ അംഗീകരിക്കുന്നു. AK ബാലന് ദീർഘമായ ചരിത്രം. പക്ഷേ കഴിഞ്ഞ കുറച്ചു കാലം അദ്ദേഹം പ്രവർത്തിക്കുന്നത് CPM വേണ്ടിയാണോ അതോ CPM എതിരെയാണോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാര്യം അദ്ദേഹം പറയുന്നതൊക്കെ തന്നെ ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ CPM ദോഷമായി വരികയും വൈകുന്നേരം ആകുമ്പോഴേക്കും CPM നേതാക്കൾക്കും തിരുത്തേണ്ട സ്ഥിതി ഉണ്ടാവുന്നത്. മാത്രം അദ്ദേഹത്തിന് ഈ CPM രീതി അനുസരിച്ച് പറയാൻ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുടെ കക്ഷിക്ക് ഇപ്പോൾ അത്ര ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നില്ല. ആരാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഉത്തരവാദിത്തം ലഭിച്ചിരിക്കുന്ന ദിവസം പ്രതി പറയാം. പക്ഷേ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്ന് പറഞ്ഞ കാര്യം എന്താണ്? ജമാഅത്ത് ഇസ്ലാമി കേരളത്തിന് UDF വന്നാൽ എന്ത് സാഹചര്യം വൈകുന്നേരം തിരുത്തേണ്ടി വന്നു. KT പറയുന്നു, KT പരസ്യം രേഖപ്പെടുത്തി ഞാനിവിടെ യോജിക്കുന്നില്ല. പക്ഷേ എന്ത് സാഹചര്യമാണ് ഇത് മുതിർന്ന നേതാവിന് പറയേണ്ട സാഹചര്യം കേരളത്തിലുള്ളത്? ആ മുതിർന്ന സാഹചര്യം കേരളത്തിലുണ്ട്. ആ കേരളത്തിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിലേക്ക് കേരളം അടുത്തുകൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ലോക്സഭ തെരഞ്ഞെടുപ്പിലും CPM നേരിട്ട ഒരു പ്രത്യാഘാതം ഏതളവിൽ പരിഹരിക്കണമെന്നതിനെക്കുറിച്ചുള്ള ഒരു കൺഫ്യൂഷൻ CPMനുണ്ട്. CPM സംബന്ധിച്ച് മനസ്സിലാക്കുന്നത് വികസന പ്രവർത്തനം നടത്തി, ക്ഷേമ പ്രവർത്തനം നടത്തി, എന്നിട്ടും ഞങ്ങൾക്ക് വേണ്ട പോലെ വോട്ട് ലഭിക്കുന്നില്ല, ജനങ്ങൾ ഞങ്ങളെ പിന്തുണയ്ക്കില്ല. ലോക്സഭയിൽ പാലസ്തീൻ ഇഷ്യൂ ഒക്കെ വളരെ ഗൗരവം ഉന്നയിച്ചു. ദീപിക പത്രത്തിൽ മണിപ്പൂരിൻ്റെ വാർത്തയും കൊടുത്തു. സുപ്രഭാതത്തിൽ പാലസ്തീൻ വിഷയം കൊടുത്തുകൊണ്ട് പഴയ ഹരികൃഷ്ണൻസിൻ്റെ മാതൃകയിൽ 2 തരം പരസ്യ പ്രസ്ഥാനമൊക്കെ CPM വളരെ കൃത്യമായിട്ട് ആ സമയത്ത് ഒരു പ്രോ മുസ്ലിം, അതേ പ്രോ പാലസ്തീൻ വിഷയം പ്രോ മുസ്ലിം എന്ന വിഷയം കാണേണ്ട ആവശ്യമില്ല. പ്രോ പാലസ്തീൻ ഒരു സർവ്വദേശീയ പ്രശ്നമാണ്. അതൊരു മുസ്ലിം പ്രശ്നമായിട്ട് സവിശേഷമായിട്ട് കാണേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ആ നിലയിൽ ഉന്നയും. പിന്നീട് ആ ഇലക്ഷനിൽ പ്രത്യാഘാതം ഉണ്ടായ തുടർന്ന് ആദ്യമായി വെടിപൊട്ടിച്ചത് ഈ ശ്രീ വെള്ളാപ്പള്ളിയാണ്. ഇഴവ വോട്ട് പോവുകയും പറയുകയും ചെയ്ത് CPM ആകെ പരിഭ്രാന്തിയാവുകയും പിന്നീട് അതൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് അയ്യപ്പ കോൺക്ലേവ്, മറ്റ് ഹിന്ദു ധ്രുവീകരണത്തിൻ്റെ ഒരു രാഷ്ട്രീയത്തിലേക്ക് മെല്ലെ പതുക്കെ ചുവടുവെച്ചു. ആ സമയത്താണ് അതിനെ രൂക്ഷമാക്കിക്കൊണ്ട് മലപ്പുറത്ത് വെച്ച് മുഖ്യമന്ത്രിക്ക് ഇതുപോലെ അപകടകരമായ സ്റ്റേറ്റ്മെൻറ്റ് മുഖ്യമന്ത്രി നടത്തി. പിന്നെ ഞാൻ പറഞ്ഞതിനെ തിരിച്ചു ഇപ്പോഴും അത് എന്താ ഹിന്ദു എന്നത് അഭിപ്രായം ആരാന്നതിനെ കുറിച്ച് ഇപ്പോഴും ദുരൂഹം നിൽക്കുന്നുണ്ട്. ഇങ്ങനെ കേരളത്തിൽ വ്യാപകമായ മുസ്ലിം വിരുദ്ധ പ്രചരിപ്പിക്കുന്ന സാഹചര്യം എന്താണ് ഇന്ത്യയിൽ നിൽക്കുന്ന സാഹചര്യം. അതുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രത്യശാസ്ത്രമല്ല പ്രശ്നം. ഇവിടെ ജമാഅത്ത് ഇസ്ലാമി സുന്നി ഒരു കാര്യം ദാമോദർ, മുസ്ലിം വിരുദ്ധത എന്ന നിലയ്ക്ക് അവരതിനെ കാണുന്നില്ല. അതാണ് ബേസിക്കലി അങ്ങനെ കാണുന്നില്ല. ഈ സംഘടനകൾക്കെതിരെ മേ ബി ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ തന്നെ എന്ന് വിചാരിച്ചോളൂ. ജമാഅത്തിനെതിരാണ് ഞങ്ങൾ, അതിനെ എതിർക്കും. പക്ഷേ മുസ്ലിങ്ങളെ അല്ല എതിർക്കുന്നത് എന്നൊരു സബ് ടെക്സ്റ്റ് അതിനുണ്ടല്ലോ. അതേപോലെ ഞാൻ പലപ്പോഴും കൈരളി ചാനൽ CPM ചാനലല്ല, എന്നാൽ CPMന്റെ വാർത്ത വിടുന്ന ചാനലെന്നൊക്കെ പറഞ്ഞ പോലുള്ള വൈരുദ്ധ്യാത്മക തന്നെ ഇതിൻ്റെ അകത്തുള്ളൂ. പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ അകത്ത് കാണുന്ന കാര്യം വെള്ളാപ്പള്ളി നടേശൻ അവകാശപ്പെടുന്നതാണ്. ഞാൻ മുസ്ലിം ലീഗിനെതിരെയും ജമാഅത്ത് ഇസ്ലാമിക്കെതിരെയും രാഷ്ട്രീയ വിമർശനം നടത്തുന്നത്. ജമാഅത്ത് ഇസ്ലാമിയെ ബന്ധപ്പെട്ട് രാഷ്ട്രീയ വിമർശനമോ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ തിയോളജിയെ ബന്ധപ്പെട്ട് മുസ്ലിം സംഘടനകൾക്കകത്ത് ജമാഅത്ത് ഇസ്ലാമി സുന്നി സംഘടന തിയോളജിക്കൽ ഡിബേറ്റുകളൊക്കെ നടക്കുന്നുണ്ട്. ആ ഡിബേറ്റാണ് ഞാൻ പറയുന്നത്. ഈ വെള്ളാപ്പള്ളിക്കും AK ബാലന തിയോളജിക്കൽ ഡിബേറ്റിനെ കുറിച്ച് എന്ത് വല്ല ധാരണയുണ്ടോ? ഒരു ചുക്കും അവർക്ക് അറിയില്ല അതിനെക്കുറിച്ച്. അത്തരം തിയോളജിക്കൽ ഡിബേറ്റൊക്കെ നടക്കുന്നുണ്ട്. ആ ഡിബേറ്റിനെ കുറിച്ചൊന്നും പരാമർശിക്കുന്നത്. ആ ഡിബേറ്റുകൾ ആ സമുദായത്തിനകത്ത് നടക്കുന്നത് അത് ആരോഗ്യകരം നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് എനിക്ക് വലിയ ധാരണയില്ല. കാരണം ഞാൻ ആ തിയോളജിയെക്കുറിച്ച് വലിയ ധാരണയുള്ള ആളല്ല. ഇവിടെ പ്രധാനപ്പെട്ട കാര്യം എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ ആ പറയുന്നതിന് ഉത്തരം ജമാഅത്ത് ഇസ്ലാമിയെ സൂചിപ്പിച്ചുകൊണ്ട് UDFൻ്റെ അകത്ത് എന്നാൽ ഒരു കാര്യം നമ്മുടെ AK ബാലന് പറയായിരുന്നു. നേരത്തെ KT ഭംഗീന്ദ്രനെ സൂചിപ്പിച്ചു. താക്കോൽ സ്ഥാനം വേണമെന്നൊരു സാമുദായിക സംഘടന കേരളത്തിൽ പറഞ്ഞു. സാമുദായിക സംഘടന നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾ മാന്യമായി പറയുകയാണെങ്കിൽ സാമൂഹിക സംഘടന, യഥാർത്ഥ ജാതി സംഘടന, ഒരു ജാതി സംഘടന ആവശ്യപ്പെട്ടു. എന്നാൽ AK ബാലന് പറയുന്നു UDF വന്നാൽ ജാതി സംഘടനകളും NSSും സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയും ജമാഅത്ത് ഇസ്ലാമിയും സുന്നി സംഘടനകൾ ഇപ്പോൾ കാന്തപുരം ഒക്കെ തന്നെ അങ്ങനെയല്ലോ പറഞ്ഞത്. അപ്പൊ അതെ ഞങ്ങൾ ഈ സാമുദായിക മതസംഘടനകൾക്ക് അതീതമായിട്ട് അങ്ങനെയൊന്നുമല്ല പറഞ്ഞത്. അത് പറയാനുള്ള ആർജവും ദയവായി നമ്മുടെ സത്യം നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാവരും പറഞ്ഞോട്ടെ CPM നേതാക്കൾക്കില്ല.